ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവ സമയത്ത് ആറാട്ട് കടന്നുപോകുന്ന പടിഞ്ഞാറേക്കോട്ട വാതിൽ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഉത്തരവിലൊതുങ്ങാതെ എത്രയും പെട്ടെന്ന് സമഗ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചില്ലെങ്കിൽ ചരിത്ര സ്മാരകം ഓർമ്മ മാത്രമാകും. 1747 ആണ്ടിൽ ടിപ്പു സുൽത്താന്റെ ആക്രമണം ചെറുക്കാൻ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പ്രദേശങ്ങൾക്ക് ചുറ്റും കരിങ്കൽ കോട്ടകൾ കെട്ടാൻ ആരംഭിച്ചു. എല്ലാ ചുറ്റിലും കരിങ്കൽ കോട്ടകൾ കെട്ടാൻ സമയം തികയില്ലെന്ന് കണ്ടപ്പോൾ ചിലയിടങ്ങളിൽ മൺകോട്ടകൾ കെട്ടിപ്പൊക്കി. അങ്ങനെ അനന്തപത്മനാഭന്റെ ചരിത്രമുറങ്ങുന്ന തിരുവിതാംകൂറിൽ ഭഗവാന് ചുറ്റും കോട്ടകൾ ഉയർന്നു. കിഴക്കേക്കോട്ട, തെക്കേക്കോട്ട, പടിഞ്ഞാറേക്കോട്ട, പഴവങ്ങാടിക്കോട്ട, വിറകുപുരക്കോട്ട, അഴിക്കോട്ട, വെട്ടിമുറിച്ച കോട്ട, പുന്നപുരം കോട്ട, ശ്രീകണ്ഠേശ്വരം കോട്ട എന്നീ 9 കോട്ടയ്ക്കുള്ളിലെ പ്രദേശം കോട്ടയ്ക്കകമെന്നും അറിയപ്പെട്ടു. ചരിത്ര സ്മാരകങ്ങൾ കൂടിയായ ഈ കോട്ടകൾ കാണാനും ആസ്വദിക്കാനും ഗവേഷണം നടത്താനും അനേകം പേരെത്താറുണ്ട്. എന്നാൽ പടിഞ്ഞാറേക്കോട്ട ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഈ പടിഞ്ഞാറേക്കോട്ടയുടെ ശോചനീയാവസ്ഥ തുടങ്ങിയിട്ട് ഏതാണ്ട് 1.5 വർഷത്തിന് മേലെയായി. ഇന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാ കോട്ടകളുടെ അവസ്ഥയും ശോചനീയമാണെങ്കിൽ തന്നെയും പടിഞ്ഞാറേക്കോട്ടയുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. അതിൻ്റെ ഒരു ഭാഗത്തെ ചുവര് തന്നെ ഇടിഞ്ഞ് വീണിരിക്കുകയാണ്. നമുക്കത് ആ ഒരു പച്ച ടാർപ്പ കൊണ്ട് മറച്ചു കെട്ടി വെച്ചിരിക്കുകയാണ്. അത് എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ആ കോട്ടയുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ചുറ്റുമുള്ള മതിലുകളുടെ അവസ്ഥയും വളരെ ശോചനീയമാണ്. പൈങ്കുനി ഉത്സവ ദിവസങ്ങളിൽ പടിഞ്ഞാറേക്കോട്ട കടന്ന് വള്ളക്കടവ് വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെയാണ് ആറാട്ടെഴുന്നള്ളത്ത് പോകുന്നതും മടങ്ങുന്നതും. 2024 ജൂൺ 26-നാണ് കോട്ടയുടെ പുറംഭാഗം അടർന്നു വീണത്. തെക്കേക്കോട്ടവാതിൽ, അഴിക്കോട്ടവാതിൽ, പടിഞ്ഞാറേക്കോട്ടവാതിൽ, വടക്കേക്കോട്ടവാതിൽ എന്നിവയുടെ സമഗ്ര സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഉത്തരവായിട്ടുണ്ട്. ഉടൻ പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ കോട്ട പൂർണ്ണനാശത്തിലേക്കെത്തും. അനന്തപുരിയുടെ ചരിത്ര മൂല്യങ്ങളുടെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പ്രതീകം കൂടിയാണ് പടിഞ്ഞാറേക്കോട്ട. ഇത്തരം പൈതൃക സ്മാരകങ്ങൾ വരും തലമുറയ്ക്ക് കൈമാറേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്വമാണ്. ക്യാമറാമാൻ സുനിൽ കുമാറിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.